ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ്. പ്രധാന വാർത്തകൾ. ലോകത്തെ പ്രമുഖ ഐടി സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കെടുക്കുന്ന ബംഗളൂരു ടെക് ഉച്ചകോടി ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് മൂന്നാംഘട്ട പരീക്ഷണത്തിൽ തെളിഞ്ഞതായി ആഗോള മരുന്ന് നിർമ്മാതാക്കളായ ഫൈസറും ബയോ എൻടെക്കും അവകാശപ്പെട്ടു. ഇന്ന് ലോക ശൌചാലയ ദിനം. സ്വച്ഛതാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന 2030 മുതൽ പൂർണ്ണമായും നിർത്താൻ ഒരുങ്ങി ബ്രിട്ടൻ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലക്സംബർഗ് പ്രധാനമന്ത്രി സേവ്യർ ബെറ്റലുമായുള്ള വെർച്വൽ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. ഉഭയകക്ഷി വിഷയങ്ങൾ, കോവിഡാനന്തര ലോകത്തെ സഹകരണം ശക്തമാക്കുന്നത് എന്നിവ ചർച്ചാ വിഷയമാകും. പരസ്പര താൽപര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു നേതാക്കളും സംവാദം നടത്തും. 2 പതിറ്റാണ്ടിനിടെ ഇരു രാഷ്ട്രങ്ങളിലെയും തലവന്മാർ തമ്മിൽ നടത്തുന്ന ആദ്യ പ്രത്യേക കൂടിക്കാഴ്ചയാണിത്. ലോകത്തെ പ്രമുഖ ഐടി സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കെടുക്കുന്ന ബംഗളൂരു ടെക് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 വരെയാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അരവിന്ദ്. കർണാടക സർക്കാരിന്റെ പ്രത്യേക വിഷൻ ഗ്രൂപ്പ്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ, ആക്ടീവ് സൈടെക് കമ്മ്യൂണിക്കേഷൻ എന്നിവ സംയുക്തമായാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് ഇപ്പോൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. കോവിഡാനന്തര ലോകം നേരിടാനിടയുള്ള പ്രധാന വെല്ലുവിളികളെക്കുറിച്ച് ഉച്ചകോടി ചർച്ച ചെയ്യും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, സ്വിസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. വ്യവസായ തലവന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഗവേഷകർ, നിക്ഷേപകർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കും. സാങ്കേതിക വിദ്യയിൽ മുന്നിലുള്ള 25 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡോ അശ്വന്ത് നാരായണ പറഞ്ഞു. കർണാടകയിൽ നിക്ഷേപത്തിന് വഴിയൊരുക്കുന്ന വിദേശ രാജ്യങ്ങളുമായി 12 ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 4000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉച്ചകോടി മറ്റന്നാൾ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തങ്ങൾ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് മൂന്നാംഘട്ട പരീക്ഷണത്തിൽ തെളിഞ്ഞതായി ആഗോള മരുന്ന് നിർമ്മാതാക്കളായ ഫൈസറും ബയോ എൻടെക്കും സംയുക്തമായി അവകാശപ്പെട്ടു. ജൂലൈ 27-ന് തുടങ്ങിയ മൂന്നാംഘട്ട പരീക്ഷണത്തിൽ 41,135 പേർ പങ്കാളികളായി. 65 വയസ്സിന് മുകളിൽ ഉള്ളവരിലും വാക്സിൻ ഫലപ്രദമാണെന്ന് കമ്പനി അറിയിച്ചു. 2020-ൽ 5 കോടി ഡോസുകളും 2021 അവസാനത്തോടെ 130 കോടി ഡോസുകളും ഉൽപ്പാദിപ്പിക്കാനാകുമെന്നും ഇരു കമ്പനികളും വ്യക്തമാക്കി. അമേരിക്കൻ ഔഷധ കമ്പനിയായ ഫൈസറും ജർമ്മൻ പങ്കാളിയായ ബയോ എൻടെക്കും സംയുക്തമായാണ് RNA അധിഷ്ഠിത വാക്സിൻ വികസിപ്പിച്ചത്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 93.52% ഉയർന്നു. മൊത്തം കേസുകളുടെ 5.01% പേർ മാത്രമാണ് ഇപ്പോൾ രാജ്യത്ത് ചികിത്സയിൽ ഉള്ളത്. 1.47% രാജ്യത്തെ മരണനിരക്ക്. ഇത് ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണ്. കേരളത്തിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 70,000-ൽ താഴെയായി. ഡൽഹിയിലെ കോവിഡ് വ്യാപനം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വീടുതോറുമുള്ള കോവിഡ് സർവേ ഈ മാസം 25-ന് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലോക ശൌചാലയ ദിനം. പൊതുശുചിത്വം, ശൌചാലയങ്ങളുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലകൾക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള സ്വച്ഛതാ പുരസ്കാരങ്ങൾ ജലശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വിതരണം ചെയ്യും. സുസ്ഥിര ശുചീകരണവും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗോവ മുൻ ഗവർണറും പ്രമുഖ ബിജെപി നേതാവും എഴുത്തുകാരിയുമായ മൃദുൽ സിൻഹ ഡൽഹിയിൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഗോവയിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു. ബിജെപി വനിതാ വിഭാഗം അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ അധ്യക്ഷയായിരുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ അനുശോചിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ലോകത്തെ മികച്ച 500 സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പട്ടികയിൽ 63-ാം സ്ഥാനം നേടി ഇന്ത്യയുടെ പരംസിദ്ധി.
മരുന്നുകളുടെ നിർമ്മാണം പ്രളയങ്ങളെ നേരിടൽ തുടങ്ങിയവയ്ക്കായി നിരവധി ഉദ്യമങ്ങൾ ദേശീയ സൂപ്പർ കമ്പ്യൂട്ടറിംഗ് ദൌത്യത്തിന് കീഴിൽ നടന്നുവരുന്നതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ഷാപൂർ കിർനി സെക്ടറുകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്നലെ വൈകിട്ടാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ പാക് സൈന്യം ഇന്ത്യൻ ഭാഗത്തേക്ക് വെടിയുതിർത്തത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ 51ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോവിഡിനെ തുടർന്ന് മാറ്റിവച്ച മേള അടുത്ത വർഷം ജനുവരിയിൽ ഗോവയിൽ നടക്കും. ഉത്തരേന്ത്യയിൽ 4 ദിവസം നീളുന്ന ഛത്ത് പൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സൂര്യ ആരാധനയാണ് പൂജയുടെ കേന്ദ്രബിന്ദു. ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആഘോഷങ്ങൾ. ശനിയാഴ്ച ആഘോഷങ്ങൾ സമാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. ഈ മാസം 23 വരെ പത്രിക പിൻവലിക്കുവാൻ അവസരമുണ്ട്. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് ആകെ ലഭിച്ചത് 82,810 നാമനിർദ്ദേശ പത്രികകളാണ്. 12 മുതലാണ് പത്രികാ സമർപ്പണം ആരംഭിച്ചത്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വിജിലൻസിന്റെ അപേക്ഷയും ഇന്ന് പരിഗണിക്കും. പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന 2030 മുതൽ പൂർണ്ണമായും നിർത്താൻ ഒരുങ്ങി ബ്രിട്ടൻ. വൈദ്യുതി പോലെ പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത ബദൽ ഊർജ്ജം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നടപടി. ഹൈബ്രിഡ് വാഹനങ്ങൾ വിൽക്കാൻ 2035 വരെ അനുവദിച്ചിട്ടുണ്ട്. സൌദി അറേബ്യയും ഇറാഖും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള അതിർത്തി മേഖലയായ ജദേദ അറൽ 30 വർഷത്തിനു ശേഷം വാണിജ്യത്തിനായി തുറന്നു. ഈ മാസം 10-ന് ചേർന്ന സൌദി ഇറാഖി സഹകരണ കൌൺസിലിന്റെ തീരുമാനപ്രകാരമാണ് നടപടി. ഇറാഖി ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈന്റെ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്ന് 1990-ലാണ് അതിർത്തി അടച്ചത്. നാളെ വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യത. പകൽ 2 മണി മുതൽ രാത്രി 10 വരെ ഇടിമിന്നലിനും സാധ്യത. മലയോര മേഖലയിൽ ഇടിമിന്നൽ തീവ്രമാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലും ചില സമയങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റുവീശാം. അടുത്ത വർഷം ഇന്ത്യ ഇംഗ്ലണ്ടിൽ 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പര കളിക്കും. പരമ്പരയുടെ മത്സരക്രമം ഇംഗ്ലണ്ട് ആന്റ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് പുറത്തിറക്കി. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് പരമ്പര. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമുള്ള അമേരിക്കൻ സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ അമേരിക്ക. രണ്ടിടത്തും 2500 US സൈനികർ വീതം അവശേഷിക്കുന്ന തരത്തിലാണ് കുറയ്ക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ 4500 US സൈനികരാണ് ഉള്ളത്. ഇറാഖിൽ 3000 പേരും. ആക്ടിംഗ് പ്രതിരോധ സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറാണ് പ്രഖ്യാപനം നടത്തിയത്. +1 പ്രവേശനത്തിന് സ്കൂൾ പഠന വിഷയങ്ങൾ എന്നിവ മാറ്റാനായി അപേക്ഷിച്ചവർ ഇന്ന് രാവിലെ 10 മുതൽ പ്രവേശനം നേടാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നേരിയ രോഗലക്ഷണങ്ങളുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി സാമൂഹ്യ മുന്നേറ്റം ആവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ചൂണ്ടിക്കാട്ടി. സ്റ്റോപ്പ് TB പാർട്ണർഷിപ്പ് ബോർഡ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് 2030ഓടുകൂടി സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആഗോള സുസ്ഥിര വികസന ലക്ഷ്യം 2025-ൽ തന്നെ കൈവരിക്കാനാണ് രാജ്യം പരിശ്രമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ പ്രമുഖ IT സ്ഥാപനങ്ങളും വിദഗ്ധരും പങ്കെടുക്കുന്ന ബംഗളൂരു ടെക് ഉച്ചകോടി ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്ന് 3ാം ഘട്ട പരീക്ഷണത്തിൽ തെളിഞ്ഞതായി ആഗോള മരുന്ന് നിർമ്മാതാക്കളായ ഫൈസറും ബയോഎൻടെക്കും അവകാശപ്പെട്ടു. ഇന്ന് ലോക ശൌചാലയ ദിനം. സ്വച്ഛതാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന നാളെ. പെട്രോൾ ഡീസൽ കാറുകളുടെ വിൽപ്പന 2030 മുതൽ പൂർണ്ണമായി നിർത്താൻ ഒരുങ്ങി ബ്രിട്ടൻ. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.